കക്ഷികൾക്ക് നേരിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല തർക്ക പരിഹാരമെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ. മധ്യസ്ഥത തർക്ക പരിഹാരത്തിനായുള്ള പ്രാധാന്യം എന്ന വിഷയം സംബന്ധിച്ച ശില്പശാലയിൽ അധ്യക്ഷം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപ് മധ്യസ്ഥന്മാരുടെ നിർദ്ദേശം അംഗീകരിച്ചുള്ള തർക്ക പരിഹാര രീതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കക്ഷികൾ തന്നെ പരിഹാരം നിർദ്ദേശിക്കും. കോടതികളിൽ കെട്ടിക്കിടക്കാതെ കേസുകൾ പരിഹരിക്കപ്പെടുന്ന രീതിയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മൾ ആഗോള അടിസ്ഥാനത്തിലാണെങ്കിലും ദേശീയ അടിസ്ഥാനത്തിലാണെങ്കിലും പല കണക്കുകളും ചൂണ്ടിക്കാണിക്കുന്നത് വ്യവഹാരങ്ങളായി കോടതികളിൽ കെട്ടിക്കിടക്കുന്ന തർക്കങ്ങൾ വളരെ വളരെ വിരളമാണ്. പക്ഷേ കെട്ടിക്കിടക്കുന്നത് വളരെ വളരെ കൂടുതൽ. ഈ കോടതികളിൽ കെട്ടിക്കിടക്കാതെ തന്നെ തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള ഒരു മാർഗമാണ് ഈ മീഡിയേഷൻ സംവിധാനം. ഇവിടെ നാം പണ്ട് നമ്മുടെ ദേശത്ത് പറയുന്ന പണ്ടൊക്കെ പഞ്ചായത്ത് കൂടി സ്ഥലത്തെ പ്രമുഖരായ വ്യക്തികൾ അവരിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ചില മാർഗങ്ങൾ, അതും മീഡിയേഷനും വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. പണ്ടുണ്ടായിരുന്ന സംവിധാനം യഥാർത്ഥത്തിൽ നാം ആ തർക്കം ആരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുവോ അവർ പറഞ്ഞു തരുന്ന ആ തർക്ക പരിഹാരം സ്വീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇന്നത്തെ മീഡിയേഷനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ മീഡിയേഷനിൽ വരുന്ന മീഡിയേറ്റർമാർ കക്ഷികളെ ഇരുത്തി അവർക്ക് എന്താണ് പ്രശ്നം എന്ന് ആ കക്ഷികൾ തമ്മിൽ സംസാരിപ്പിച്ച് അതിൽ നിന്ന് ഉത്ഭവിപ്പിച്ചെടുക്കുന്ന ആ കക്ഷികൾ തന്നെ എത്തുന്ന ഒരു തീരുമാനമാണ് വ്യവസ്ഥിതി. അതാണ് മീഡിയേഷൻ. അങ്ങനെ ഒരു മീഡിയേഷൻ സംവിധാനം നിലവിൽ വരുമ്പോൾ അതിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ തീരുമാനിക്കാൻ പറ്റുന്നു. ഇത് വീട്ടിലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടാകുന്ന തർക്കങ്ങൾ, വ്യാപാര ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, നാട്ടിൽ പലതരത്തിലും ഉണ്ടാകുന്ന തർക്കങ്ങൾ, ഇതിലെല്ലാം നമുക്ക് പരിഹാരങ്ങൾ കാണുവാൻ സാധിക്കും. കാലതാമസം കൂടാതെ നീതി ഉറപ്പാക്കാൻ കഴിയണമെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി ജെ ജോസഫ് പറഞ്ഞു. ഇടുക്കി ജില്ലയുടെ പ്രത്യേകത കണക്കിലെടുത്ത് താലൂക്ക് തലത്തിൽ മീഡിയേഷൻ സെന്ററുകൾ ആരംഭിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. എങ്ങനെ ഈ കേസുകൾ കോടതിക്ക് പുറത്ത് തീർക്കാൻ കഴിയും, മധ്യസ്ഥന്മാരെ ഇടപെട്ടുകൊണ്ട് എങ്ങനെ തീർക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ്. ഇത് വളരെ ആവശ്യമായിട്ടൊരു കാര്യമാണ്. കാലവിളംബം കൂടാതെ നീതി നിർവഹണം ഉറപ്പാക്കാൻ ഇത് സഹായകരമാണ്. ഈ കാര്യത്തിൽ കേരളം വളരെ മുന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് ജസ്റ്റിസ് പി രാധാകൃഷ്ണനെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തൊടുപുഴ ഈ ജില്ലയിൽ നടക്കുന്ന ഈ പരിപാടി വളരെ പ്രധാനപ്പെട്ടതാണ്. ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ കിടപ്പുകൊണ്ട് എല്ലാ ഭാഗത്തുള്ളവർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഈ ശ്രമം തുടരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ ഈ ശില്പശാലയ്ക്ക് അതുപോലെ തന്നെ ഈ മധ്യശ്രമങ്ങൾക്ക് എല്ലാവരുമായ ഭാഗങ്ങളും. കേരള ഹൈക്കോടതി ജഡ്ജിയും മീഡിയേഷൻ ആൻഡ് കൺസിലിയേഷൻ അംഗവും കൂടിയായ ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനുമായ കെ രാമകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. ADRI സെന്റർ ഡയറക്ടർ കെ സത്യൻ, മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ്, ബാർ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, അഡ്വക്കേറ്റ് ചിറ്റൂർ രാജമാന്നാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ശില്പശാലയിൽ അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ വിഷയാവതരണം നടത്തി. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ വിശുദ്ധ കുർബാനയും സ്ലീബ എഴുന്നള്ളത്തും നടന്നു. തുടർന്ന് പ്രദക്ഷിണം നടന്നു. ആശീർവാദത്തിനും നേർച്ച സദ്യയ്ക്കും ശേഷം തിരുനാളിന് കൊടിയിറക്ക് നടന്നു.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഏരിയ സമ്മേളനം തൊടുപുഴയിൽ നടന്നു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഏരിയ പ്രസിഡന്റ് ജോളി ജോസിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. ജില്ലാ സെക്രട്ടറി KN ചന്ദ്രൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ നടന്നാൽ അതിന്റെ ടാക്സ് ഇനത്തിൽ 1% എവിടേക്ക് വരും? ഈ ക്ഷേമനിധി ബോർഡിലേക്ക്. അങ്ങനെ അടയ്ക്കുന്ന 20 രൂപ മാത്രമല്ല. അങ്ങനെ തയ്യൽ തൊഴിലാളികളെ സംബന്ധിച്ച് നിരവധിയായ മേഖലകളിൽ നിന്നും ഈ ക്ഷേമനിധിയിലേക്ക് പൈസ കണ്ടെത്താൻ സർക്കാരിന് കഴിയും. അതിന് സർക്കാർ തയ്യാറാവുന്നില്ല. ഒന്ന്, ഒറ്റ മെഷീനിട്ട് ജോലി ചെയ്യുന്ന, 2 മെഷീൻ അല്ലെങ്കിൽ 3 മെഷീൻ അല്ലെങ്കിൽ 2 or 3 പണിക്കാർ, അത്തരം തയ്യക്കടകൾ ചെറുകിട തയ്യക്കടകളാണ്. പക്ഷേ തയ്യലുമായി ഒരു ബന്ധവുമില്ല, തയ്യൽ അറിയത്തില്ല. നമ്മുടെ ഏത് മേഖലയിലേക്ക് എന്ന് കഴിഞ്ഞാലും സ്കൂൾ യൂണിഫോം ഒരു വലിയ വരുമാനം. ആ ബില്ലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഏതാണ്ട് ഇപ്പോൾ തന്നെ കരാർ വെച്ച് കഴിഞ്ഞു. ഏതാ ഡിസംബർ 31 തന്നെ കരാർ ഉറപ്പിച്ചു കഴിഞ്ഞു. അടുത്ത സ്കൂൾ വർഷം യൂണിഫോം മാറി അതിന്റെ കളർ തീരുമാനിച്ചു. അത് ആരെങ്കിലും ഒരാളൊന്ന് കൊട്ടേഷൻ എടുത്തു പോകും. അപ്പോൾ ഈ തയ്യൽ തൊഴിലുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആൾ തന്നെ അതിനാവശ്യമായ തുണി എടുത്തുകൊണ്ട് വന്ന് നമ്മളെപ്പോലുള്ള തയ്യക്കാരെ കൊണ്ട് തന്നെ ഈ ഫീസ് വർക്കായി ജോലി ചെയ്യിപ്പിച്ച് സ്കൂൾ വർക്കുമ്പോഴത്തേക്കും അവിടെ ഈ സാധനം കൊണ്ട് കൊടുത്തിട്ട് കോടികൾ കൊടുക്കുക. അപ്പോൾ 150 പേര്, 300 പേര്, 500 പേരെ വരെ വെച്ച് തയ്പ്പിക്കുന്ന തയ്യക്കടകളുണ്ട്. അത്തരം കടകളിൽ പോയി ആ കടകൾ രജിസ്റ്റർ ചെയ്ത് ഒരു തൊഴിലാളിക്ക് 5 രൂപ എന്ന ക്രമത്തിൽ കടകൾ രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ ക്ഷേമനിധിയിലേക്ക് വരുമാനം ഉണ്ടാക്കാം. എന്താ റെഡിമെയ്ഡ്? ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരിനമാണ് റെഡിമെയ്ഡ്, ഇല്ലെങ്കിൽ കൈത്തറി, ഇല്ലെങ്കിൽ ജൗളി. ആ ഉൽപ്പന്നത്തിലൂടെ കോടിക്കണക്കിന്. ഭരതർ മഹാജനസഭ മണക്കാട് ശാഖാ സമ്മേളനം നടന്നു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി VK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് വളരെയധികം പിന്നോക്കം പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റുകൾ നിയമനിർമ്മാണം നടത്തിയത്. അങ്ങനെ നിയമനിർമ്മാണം നടത്തിയെങ്കിൽ പോലും അത് പൂർണ്ണമായും 100% ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിയാത്ത നിലയിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് അതിനാവശ്യമായ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പൊ അത്തരത്തിലുള്ള അധിഷ്ഠിതരായി വളരെ ദുരിതമനുഭവിച്ചിരുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ ശ്രമങ്ങൾ മുൻകാലങ്ങളിലൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായി ധാരാളം പ്രവർത്തനങ്ങൾ, ഫണ്ടുകൾ, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ എല്ലാ ഗവൺമെന്റ് തലത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ചില മേഖലകളിൽ അത് പൂർണ്ണമായി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രധാന കാര്യം, നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട മുഴുവൻ ആളുകളിൽ എത്തിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ലെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സംഘടനകൾ അതിനുവേണ്ടിയുള്ള ശക്തമായ ഇടപെടലുണ്ടായാൽ, നല്ല നിർദ്ദേശങ്ങളുണ്ടായാൽ, ഇവിടെ നമുക്കറിയാം പഞ്ചായത്തുകൾക്കൊക്കെ ഗവൺമെന്റ് ഒരു വർഷത്തെ ഫണ്ട് അനുവദിക്കുമ്പോൾ അതിന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ എണ്ണത്തിന് അനുസൃതമായ രീതിയിലുള്ള പ്രത്യേക അലോക്കേഷൻ തരാറുണ്ട്. എത്ര മണക്കാട് പഞ്ചായത്തിലാണ് 20 ലക്ഷത്തോളം രൂപ. അപ്പൊ ആ തുക എങ്ങനെ വിനിയോഗിക്കണം? പഞ്ചായത്ത് യോഗം ചേർന്ന എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കി തട്ടിക്കൂട്ടി നൽകുന്നത് പാടില്ല. പകരം ജനങ്ങളുടെ ആവശ്യങ്ങൾ അതിൽ പട്ടികജാതി വിഭാഗത്തിൽ. മണക്കാട് നെല്ലിക്കാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം ആറാട്ടോടെ സമാപിച്ചു. യജ്ഞാചാര്യൻ കൊളത്തൂർ പുരുഷോത്തമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ.
ಸ್ವಲ್ಪ ನೀಗುವಾണെങ്കിൽ ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു. പുറപ്പുഴ വെള്ളാമറ്റത്തിൽ ശശിയുടെ മകൻ സുബി 20 ആണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി 10 മണിയോടെയാണ് മണക്കാട് മുണ്ടിയാടി പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റ 2 പേർ ചികിത്സയിലാണ്. കൊളമറ്റം ഗ്രീൻ ഗാർഡൻസ് റെസിഡന്റ് അസോസിയേഷൻ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും നടന്നു. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് ബേബി കൊറ്റാഞ്ചേരിൽ അധ്യക്ഷനായിരുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. ഈ പ്രദേശത്തെ പറ്റി നോക്കുമ്പോൾ ഒരു 20 കൊല്ലം 25 കൊല്ലങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തിച്ചാൽ വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നു. കൂടി വന്നാൽ നിങ്ങളുടെ അസോസിയേഷന്റെ ഏരിയയിൽ വരുന്നിടത്ത് കൂടി വന്നാൽ ഒരു 15 വീടേ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് ഇന്ന് 51 വീടുകളുണ്ട്. അപ്പൊ അത്രമാത്രം നമുക്ക് ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ ഈ ആളുകൾ തമ്മിൽ പരസ്പരം ഒരു സ്നേഹവും ബന്ധവും ഒക്കെ ഊട്ടി ഉറപ്പിക്കേണ്ട ഒരു അത്യാവശ്യത കൂടി നമുക്ക് മനസ്സിലായി. എല്ലാവരും വലിയ തിരക്കിലാണ്. ജോലിയുള്ളവർ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വരുന്നു. ബേബിച്ചേട്ടനെ പോലെയുള്ളവർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ രാവിലെ പോകുന്നു, രാത്രി 9 മണിക്ക് വരുന്നു. അങ്ങനെ എല്ലാവരും ജോലിയുള്ളവരും അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഇടപെടുന്ന ആളുകളായതുകൊണ്ട് എല്ലാവരും പരസ്പരം കാണുവാനും ബന്ധപ്പെടുവാനും ഉള്ള ഒരു അവസരം ഇപ്പോൾ നമുക്ക് ഇല്ലാതെ വന്നിരിക്കുന്ന ആ സാഹചര്യത്തിലാണ് എല്ലാവരുമായി സഹകരിച്ച് എല്ലാവരെയും ബന്ധപ്പെടുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയിരിക്കുന്നു ഈ റെസിഡൻസ് അസോസിയേഷന്റെ രൂപീകരണം കൊണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വിനോദയാത്രയ്ക്ക് സമാഹരിച്ച തുകയിൽ മിച്ചം വന്ന പണം ഉപയോഗിച്ച് അനാഥരായ കുട്ടികൾക്ക് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങി നൽകിയിരിക്കുകയാണ് മലങ്കര റബ്ബർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ സ്നേഹാശ്രമത്തിലെ അന്തേവാസികൾക്കാണ് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങി നൽകിയത്. അരി, കപ്പ, പച്ചക്കറികൾ തുടങ്ങി എല്ലാ വിഭവങ്ങളും സ്ഥാപനത്തിൽ എത്തിച്ചു നൽകുകയായിരുന്നു. ബുള്ളറ്റിനോട് അവസാനിക്കുന്നു.